നമ്മൾ ഓരോരുത്തരും ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ? പ്രത്യേകിച്ച് വീണ്ടും ജനനം പ്രാപിച്ച യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ. എന്നാൽ ഈ യുദ്ധം അല്ലെങ്കിൽ പോരാട്ടം എന്ന് പറയുന്നത് മാനുഷികമായുള്ള ബന്ധങ്ങളോടല്ല, പ്രത്യേകിച്ച് അയൽക്കാരോ ബന്ധുക്കളോ രക്തബന്ധങ്ങളോ വേണ്ടപ്പെട്ടവരോ ഇവരുമായുള്ള ബന്ധത്തിലല്ല ഈ യുദ്ധമെന്ന് പറയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ കുറിച്ചു: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനോടല്ല, പിശാചിനോടത്രേ നമ്മുടെ യുദ്ധമെന്ന് പറയുന്നത്. എന്നാൽ അതെങ്ങനെയാണ് പിശാചിനോട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ നിമിഷവും നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നടപ്പ്, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ കിടപ്പ്, നമ്മുടെ നോട്ടം, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, ഇവയൊക്കെയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുവരുവാൻ പിശാച് നമ്മോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അത് തിരിച്ചറിയുന്നവൻ ആ യുദ്ധത്തിൽ ജയിക്കും. എന്നാൽ ഇത് തിരിച്ചറിയാതെ ലോകത്തിലുള്ള മനുഷ്യരോട് അടിയുണ്ടാക്കി, വഴക്കുണ്ടാക്കി, പിണങ്ങി ഇങ്ങനെ നടക്കുന്നവൻ ഈ യുദ്ധത്തിൽ തോറ്റുപോകും. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുങ്ങുവാൻ കാത്തിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഓരോ ദിവസവും നാം യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ നാം ജയിക്കണം. ജയിച്ചാൽ മാത്രമേ ആ സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഈ ലോക ജീവിതം നമുക്ക് ജയത്തോടെ നയിക്കുവാൻ കഴിയും. ഗോഡ് ബ്ലസ് യു.